സാവിത്രി, ആരാ? എന്താ? ടൗണിൽ നിന്ന് വരുന്നവരാണേ, ഒന്ന് വേഗം തുറക്കണേ. ആരാ? എന്താ എന്താ കാര്യം? കണ്ടില്ലേ, പെട്ടെന്ന് കാല് തളർന്ന് വീഴുകയായിരുന്നു. ഇതിനൊക്കെ ഞാനെന്ത് വേണം? സ്വാമിയുടെ വീടല്ലേ ഇത്? ഏത് സ്വാമി? ഇത് സ്വാമിയുടെ വീടൊന്നും വീട്ടിൽ എന്റെ വീടാ. ഇത് പാട്ടില് പോകും. നമ്മുടെ കുഞ്ഞികൃഷ്ണനെ തേടി വന്നാണെന്ന് തോന്നുന്നു. സിദ്ധാശ്രമത്തിലെ സ്വാമിയുടെ വീടാണെങ്കിൽ അതാ അവിടെയാ. സോറി പെങ്ങളെ. ഓ, അകത്തെ ഒരു പൊടി വഴി കാണിക്കാൻ വന്നിരിക്കുന്നു പാതിരാക്കി. ഈ നാട്ടുകാരൊന്നും അല്ലല്ലോ ഇവനെയൊക്കെ അന്വേഷിച്ച് വരാൻ. മരിച്ചുപോയി. ആളല്ല, ആളിന്റെ കാലുകൾ മരിച്ചുപോയി. ചികിത്സാ മുറിയിലേക്ക് കൊണ്ടുവരുക. വന്നോളൂ. കാലെ പിടിക്കൂ, കയ്യെ പിടിക്കൂ, പൊക്കൂ. ദേ, പൂജ്യപാദമേ ശരണം, പൂജ്യപാദമേ ശരണം എന്ന് മനസ്സിൽ ഉരുട്ടോളൂ. പൂജ്യപാദമേ ശരണം, പൂജ്യപാദമേ ശരണം, പൂജ്യപാദമേ ശരണം, പൂജ്യപാദമേ ശരണം. വന്നോളൂ. എങ്ങനെയുണ്ട്? വിശ്വസിക്കാനാവുന്നില്ല. പരിപൂർണ സുഖം. ഒന്ന് മേലോട്ട് ചാടൂ. എങ്ങനെ പൊയ്ക്കോളൂ. എന്ത് വിഡിത്തമാണ് ഈ കാണിക്കുന്നത്? എഴുന്നേൽക്കൂ. ഒന്നും നമ്മുടെ കഴിവല്ല, പരമാനന്ദ ഗുരുവിന്റെ അനുഗ്രഹം. അദ്ദേഹം ഉപദേശിച്ചു തന്ന മരുന്ന്. ആ നാമം എന്നും സ്മരിക്കൂ. ഗുരുവേ നമഃ. ഗുരുവേ നമഃ. ക്ഷമിക്കണം, ഇത് 10,000 രൂപ മാത്രമേ ഉള്ളൂ. ആ പണം നാം കൈകൊണ്ട് തൊടാറില്ല. എന്നാലും ദക്ഷിണയല്ലേ, വാങ്ങിച്ചോളൂ തിരുമേനി. ഒന്നുമില്ല, ഇപ്പൊ മാറ്റിത്തരാം. സുമര, ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. ഇത് കഴിച്ചോളൂ. ഒരു 10 മിനിറ്റ് പുറത്തിരുന്നോളൂ. വേദന മാറിയിട്ട് പോയാൽ മതി. സുമര, അടുത്ത ആളോട് വരാൻ പറയും. എന്താ എന്താ? നിങ്ങളൊന്ന് ബഹളം വെക്കാതിരിക്കുക, ഞാനൊന്ന് നോക്കട്ടെ. ഒരു ചെറിയ വയറുവേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇയാൾ കൊടുത്ത ഗുളിക കഴിച്ചപ്പോഴേ കുഴഞ്ഞു വീണത്. എന്തുപേരാ നിങ്ങൾ കൊടുത്തത്? വയറുവേദനയ്ക്ക് സാധാരണ കൊടുക്കാറുള്ള മരുന്നാണ് കൊടുത്തത്. ഇതിലെന്തോ ചതിയുണ്ട്. എന്ത് ചതി? ചതിക്കാൻ ഇയാളെന്താ എന്റെ ശത്രുവാണോ? പേഷ്യന്റ് അല്ലേ? താൻ നിന്ന് പ്രസംഗിക്കാതെ ഇയാളെ രക്ഷിക്കാൻ വല്ലതും ചെയ്യുന്നുണ്ടോ? താൻ എന്ത് ക്നാപ്പിലെ ഡോക്ടറാണോ? തോന്നിയാസം പറയരുത്. പറഞ്ഞ താൻ എന്ത് ചെയ്യൂ? ഇവരൊക്കെ കാണിച്ചിട്ട് വീണ്ടും ഞങ്ങളുടെ തലയിൽ കയറുന്നു. എവിടുത്തെ ഡോക്ടറാണോ? നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചിട്ട് എന്താ കാര്യം? പെട്ടെന്ന് ഇയാളെ രക്ഷിക്കാൻ നോക്ക്. മെഡിക്കൽ കോളേജിലേക്ക് എടുക്കാം. ഇയാളുടെ അടുത്തൊക്കെ വന്നാൽ നമ്മളെ വേണം തന്നെ. എന്താ നിക്കൂ, എന്താ പറ്റിയേ? ഒന്നും പറയേണ്ട തിരുമേനി. വയറ്റുവേദനയ്ക്കുള്ള മരുന്ന് മാറ്റി കൊടുത്തിട്ട് ഇപ്പൊ ആള് തട്ടിപ്പോയെന്നാ തോന്നുന്നത്. ഓ, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാ. ഈ സഹോദരരെ അവിവേകം കാണിക്കില്ലേ? മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്ക് ഇയാളുടെ അസംബ്ലി പൊളിയില്ലേ? സിദ്ധാശ്രമത്തിലേക്ക് കെട്ടിയെടുക്കൂ, ഗുരു ഉണ്ടല്ലോ അവിടെ. അങ്ങോട്ട് കൊണ്ടുപോവാ. ഈ യുക്തിവാദികളൊക്കെ ഉണ്ടല്ലോ, തെരഞ്ഞു പിടിച്ച് തല്ലുകയാ വേണ്ടത്. ദൈവമില്ല, അമാനുഷികമായ ശക്തിയേ ഇല്ല എന്നൊക്കെയാണല്ലോ ഇവിടെ പ്രചരണം. ഇതുപോലെ മരിച്ചുപോയ ഒരാൾക്ക് വീണ്ടും ജീവൻ കൊടുക്കാൻ ഈ യുക്തിവാദികളെ കൊണ്ട് പറ്റുവോ? താനെന്തിനാ എന്റെ അടുത്ത് ചൂടാവുന്നേ? ഞാനെന്താ യുക്തിവാദിയാ? MBBS അത്ര MBBS എന്താ കാര്യം? അവന്റെ വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയുടെ ദൈവശക്തി വിജയിച്ചില്ലേ? ഇങ്ങനെ ഒരു സിദ്ധർ ഇവിടെ ഉള്ളത് ഈ നാടിന്റെ ഭാഗ്യാന്ന് കരുതിയാ. ഇനിയിപ്പൊ സ്വാമിയുടെ അനുജൻ ഡോക്ടറെ കൂട്ടി ഇവിടുന്ന് കെട്ടുകെട്ടേണ്ടി വരുന്ന തോന്നുന്നത്. അതുറപ്പാ. ഇന്ദു, നീ എന്താ ഈ പറയുന്നത്? എനിക്കൊരു പിഴവും പറ്റിയിട്ടില്ല. ഞാൻ അയാൾക്ക് കൊടുത്തത് വെറും ബറാൽഗന. അത് കഴിച്ച് ആരും ബോധം കെട്ട് വീണ ചരിത്രവും ഇല്ല.
പിന്നെ ഇത് ഇങ്ങനെ സംഭവിച്ചു എന്നാ? ആ എനിക്കെങ്ങനെ അറിയാം? ഈ പൊതുജനം കഴുത തന്നെയാ. ഒരു കൊലപാതകയെ നോക്കുന്ന പോലെയാണ് ആളുകൾ ഇപ്പൊ എന്നെ നോക്കുന്നത്. എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഇവിടെ പ്രാക്ടീസ് തുടങ്ങാൻ. അച്ഛന്റെ ദുരഭിമാനത്തിന് വഴങ്ങിക്കൊടുത്തതാണ് അബദ്ധമായത്. ഈ വല്യേട്ടൻ എവിടുന്നോ ആരുടെയോ വരം കിട്ടിയെന്ന് പറയുന്നത് നേര് തന്നെയാണോ? നിനക്കെന്താ വട്ടുണ്ടോ? അങ്ങനെ വരം കിട്ടി ചികിത്സിക്കാമെങ്കിൽ ഈ ലോകത്തുള്ള മെഡിക്കൽ കോളേജുകളോ ആശുപത്രികളോ ഒക്കെ അടച്ചു പൂട്ടാലോ? തട്ടിപ്പാ, വെറും തട്ടിപ്പ്. ആ ബോധക്ഷയക്കാരൻ എനിക്ക് സംശയമുണ്ട്. ചിലപ്പോ ഇതൊരു ഒത്തുകളിയാവും. അയാളെ മാത്രമല്ലല്ലോ, ദിവസേന എത്ര പേരെയാ വല്യേട്ടൻ ചികിത്സിക്കുന്നത്? അങ്ങനെ മുഴുവനും ഒത്തു കളിക്കാൻ പറ്റുമോ? എന്തോ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞാനിനി എന്ത് ചെയ്യുന്ന? ഉണ്ണിയേട്ടൻ മനസ്സ് വിഷമിപ്പിക്കാതെ. കുറച്ചു ദിവസം കഴിയുമ്പോ എല്ലാം നേരെയാവും. ആ വെളുക്കുമ്പോ തൊട്ട് അച്ഛൻ ഇപ്പൊ വല്യേട്ടന്റെ ആശ്രമത്തിലോട്ട് നോക്കി ഒരേ ഇരിപ്പാ. ഇനിയിപ്പോ അത് തന്നെയാവോ ഏട്ടന്റെ ഉദ്ദേശം? എന്ത്? അല്ല, അമ്മാവന്റെ ശ്രദ്ധ ക്ഷണിക്കുക. അല്ലെങ്കിൽ പിന്നെ നിന്റെ വീടിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് ആശ്രമം പണിയേണ്ട വല്ല കാര്യമുണ്ടോ? നിന്റെ അച്ഛൻ കൂറുമാറുവോ? അച്ഛൻ മാത്രം കൂറുമാറിയിട്ട് എന്ത് ചെയ്യാൻ? അല്ലേലും വല്യേട്ടൻ അങ്ങനെയുള്ള ഒരു ചിന്തയുണ്ടെന്ന് തോന്നുന്നില്ല. എന്നെ കണ്ടിട്ടൊന്ന് ചിരിക്കാവട്ടെ, ഒന്ന് മിണ്ടാവട്ടെ, ഒന്നും ഉണ്ടായില്ല. തനി ഒരു സന്യാസിയുടെ മട്ട് തന്നെ. അതാ വരുന്നു. ഉണ്ണിയേട്ടൻ പൊയ്ക്കോ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വീട്ടിൽ വരാം. ഉണ്ണിയില്ലേ? ഉണ്ട് സാർ, ഉറങ്ങുക. വിളിക്കണോ? വേണ്ട, ആരും വരാണ്ടായി. ഒരു മുறை വന്നൊരു പാതായ തിരുമേനി, ഈ സാധു പ്രാണിക്ക് തീപ്പൊള്ളുന്ന പനിയാണ്. നമ്മുടെ ക്രോസിനാദി വടകം റെഡിയായോ? ക്രോസിനാദി വടകം റെഡി ആയിക്കൊണ്ടിരിക്കണു. 6 നേരം വിഴുങ്ങാനുള്ളത് എടുത്തു കൊടുത്തോളൂ. അടിയൻ. 2 നേരം കഴിച്ചാൽ തന്നെ പനി മാറും. എന്നാലും മരുന്ന് നിർത്തണ്ട. ഈ ക്രോസിനാദി വടകം എന്ന് പറയുന്നത് 17 പച്ചമരുന്നുകളുടെ ഒരു അപൂർവ സംഗമ. ഒരു കാര്യം മറക്കണ്ട, പരമാനന്ദ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് വേണം സേവിക്കാൻ. എഴുന്നേറ്റോളൂ. അടുത്ത ആള് വരൂ. ഇനി കാണിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരു സ്ഥലവുമില്ല. ഓരോ മരുന്ന് കഴിക്കും തോറും വലിവ് കൂടാന്നല്ലാതെ കുറയണില്ല. കുറയില്ല. മുജ്ജന്മ ബാബ ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയത് ഭാഗ്യായി. ഞാൻ ഏറ്റു.